ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും വിഷു ഒക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചില്ലേ? ഞങ്ങളുടെ ഒരു കുഞ്ഞു വിഷു ആഘോഷത്തിന്റെ വ്ളോഗാണ് കേട്ടോ ഇത്. വാവയുടെ ആദ്യത്തെ വിഷു ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി പറ്റുന്ന പോലെ ഭംഗിയായിട്ട് തന്നെ അത് ആഘോഷിച്ചു. അപ്പൊ ഇത് വിഷുവിന്റെ തലേം ദിവസം എടുത്താണ്. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഉരുളി ഇല്ലായിരുന്നു. അപ്പൊ ഇതുപോലൊരു തളിക ഉണ്ടായിരുന്നു. അപ്പൊ അതിലായിരുന്നു നമ്മള് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. അതുപോലെ കണി വെള്ളരിക്ക, പിന്നെ ചക്ക കിട്ടിയായിരുന്നു ഒരു ചെറിയ കഷ്ണം. അപ്പൊ അതും വെച്ചു കേട്ടോ. പിന്നെ നവധാന്യങ്ങള്, മുണ്ട്, ഗോൾഡ്, അങ്ങനെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, പുറം രാജ്യങ്ങളിലാവുമ്പോൾ നമുക്ക് പരിമിതികൾ ഉണ്ടാവും. എന്നാലും നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ കണിക്കൊന്നൊന്നും നമുക്ക് ഇവിടെ കിട്ടാനില്ല. അപ്പോൾ നമ്മൾ അത് ഈ പ്ലാസ്റ്റിക് കണിക്കൊന്ന തന്നെയാണ്. അത് നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് വെച്ചത്. പിന്നെ കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെച്ചു കേട്ടോ. കാരണം സദ്യയുടെ അന്ന് ഇതെല്ലാം കൂടി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര എളുപ്പമല്ല. അപ്പോൾ സാമ്പാറാണ് ആദ്യം ഉണ്ടാക്കിയത്. അപ്പൊ അതിലേക്ക് നമ്മൾ മുരിങ്ങക്കായ ഫ്രോസൺ ആണ് എടുത്തത്, ഫ്രഷ് കിട്ടിയില്ലായിരുന്നു. പിന്നെ നമ്മൾ എലിശ്ശേരിയിലേക്കുള്ള മത്തങ്ങയും പയറും വേവിച്ചു വെച്ചായിരുന്നു. പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി വെച്ചു. അപ്പൊ ഇതൊക്കെയാണ് തലേ ദിവസം ചെയ്ത കാര്യങ്ങൾ. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മോന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവന്റെ വക ചെറിയ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ രാത്രിയാണ് നമ്മൾ വിഷുക്കണി ഒരുക്കിയത് കേട്ടോ. വിഷു ദിവസം രാവിലെ 4:30 എണീക്കാൻ അലാറൊക്കെ വെച്ചാണ് കിടന്നത്. പക്ഷെ 4:15 വാവ എണീറ്റ് കരച്ചിൽ തുടങ്ങി. അപ്പൊ അവനെയാണ് ഞാൻ ആദ്യം തന്നെ കണി കണ്ടത്. അത് കഴിഞ്ഞ് അവൻ പാല് കുടിച്ചുറങ്ങി. പിന്നെ ഞാൻ വന്ന് വിളക്കൊക്കെ കൊളുത്തി. അത് കഴിഞ്ഞിട്ട് ഏട്ടനെ വിളിച്ചു കൊണ്ടുവന്ന് കണി കാണിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് മക്കളെ 2 എണീപ്പിച്ചു. ദേവുട്ടാ ഹായ്, ആരത്? കണിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം കൂടി കിടന്നു. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടൻ വിഷു കൈനീട്ടം തന്നത്. പിന്നെ ആ ഒരു വിഷു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കണി കാണുന്നേരം ആൽബം സോങ് ഒക്കെ വെച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എലടി ആയിരുന്നു ഉണ്ടാക്കിയത്. വിഷുക്കട്ട ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർക്കാരുടെ ഒരു മെയിൻ വിഭവമാണല്ലോ വിഷുക്കട്ട. വിഷുവിന് അവർ എന്തായാലും വിഷുക്കട്ട ഉണ്ടാക്കും. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സാധാരണ വിഷുക്കട്ട ഉണ്ടാക്കാറില്ല. ഇതുപോലെ എലടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഞങ്ങൾക്ക് അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വിഷുക്കട്ട ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചായിരുന്നു. പിന്നെ അതിനുള്ള റൈസ് ഒന്നും ഇല്ലാത്ത കാരണം പിന്നെ അത് വിട്ടു. അപ്പോൾ പിന്നെ ഒരു ഇലയുടെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം നമുക്ക് നല്ല ഫ്രഷ് വാഴല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇലയുടെ ഉണ്ടാക്കിയത്. ഇവിടെ നമുക്ക് വാഴല അങ്ങനെ എപ്പോഴും കിട്ടുന്ന അല്ലെങ്കിൽ എപ്പോഴും മേടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല കേട്ടോ. അതിനനുസരിച്ച് പൈസയുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പേപ്പർ വാഴലൊക്കെയാണ് ഇപ്പോൾ സദ്യക്കൊക്കെ യൂസ് ചെയ്യാറ്. ഇത് പിന്നെ മോൻ്റെ ഫസ്റ്റ് വിഷു അല്ലേ, അപ്പം അത് കാരണം ഫ്രഷ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കിട്ടിയ ഒരു അവസരം മിസ്സാക്കിയില്ല, ഇലയുടെ തന്നെ ഉണ്ടാക്കി. എനിക്കിതുപോലെ നാളികേരവും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള ഇലയുടെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ഇങ്ങനെ കൂടുതലും വിശേഷ ദിവസങ്ങളിലാണ് ഇതുപോലെ അടയൊക്കെ ഉണ്ടാക്കുക. പിന്നെ നമുക്കിങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പ്രസാദമായിട്ടൊക്കെ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഇതുപോലെ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നാട്ടിലെ ഓർമ്മകൾ ഇങ്ങനെ ഒരുപാട് വരും കേട്ടോ. നാട്ടിലാണെങ്കിൽ എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരിക്കും. ചെറുപ്പത്തിലൊക്കെ വിഷു ആവാൻ വേണ്ടി കാത്തിരിക്കും. സ്കൂൾ വെക്കേഷൻ ടൈമിലായിരിക്കുമല്ലോ വിഷു. അപ്പൊ ആ സമയത്തെ മെയിൻ സന്തോഷം എന്ന് പറഞ്ഞാല് പടക്കം പൊട്ടിക്കുന്നതും വിഷു കൈനീട്ടം കിട്ടുന്നതും ആലോചിച്ചായിരിക്കും. ആരൊക്കെ എത്രയൊക്കെ പൈസ തരും, ആ പൈസക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ദിവസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്ത് വെക്കും. അച്ഛനാണെങ്കിൽ 10 രൂപയുടെ ഒരു പുത്തൻ നോട്ടാണ് തരാ. ആ ഒരു പുതിയ നോട്ടിന്റെ സ്മെല്ല് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അമ്മ, വല്യച്ഛൻ, വല്യമ്മ, അച്ചച്ചുള്ളപ്പോൾ അച്ചച്ചൻ, അങ്ങനെ എല്ലാവരും തരും. ഇത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ പോവും. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എല്ലാവരും തരും.
ഈ ഒരു ദിവസം ബന്ധുക്കളിലൊക്കെ അടുത്ത് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. നമുക്ക് വിഷു കൈനീട്ടം കിട്ടുമല്ലോ, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും തരാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം അത് കാരണം എല്ലാവരും വീട്ടിൽ പോകാനും ഭയങ്കര സന്തോഷമാണ്. പിന്നെ പടക്കത്തിന്റെ കാര്യമാണെങ്കിൽ പറയണ്ട, അത് ഒരു മത്സരം പോലെയാണ്. അപ്പോൾ അച്ഛൻ്റെ തറവാട്ടിലെ വല്യച്ഛൻ്റെ മോൻ ചേട്ടൻ ഒരുപാട് പടക്കം മേടിച്ചിട്ട് വരും കേട്ടോ. ആൾക്കിത് ഭയങ്കര ഒരു ക്രേസാണ്. അപ്പോൾ ഒരുപാട് ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ തലേന്നും വിഷുവിൻ്റെ അന്നായിട്ട് ഇങ്ങനെ പൊട്ടിക്കും. അപ്പോൾ അടുത്ത വീടുകൾ തമ്മിലൊരു മത്സരമാണ്, ആരാണ് കൂടുതൽ പൊട്ടിക്കുക നോക്കിയിട്ട്. എനിക്കാണെങ്കിൽ പടക്കമൊക്കെ ഭയങ്കര പേടിയാണ്. ഓലപ്പടക്കം പോലും എനിക്ക് പേടിയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കമ്പിത്തിരി, മത്താപ്പ്, മേശാപ്പൊക്കെ കുറച്ച് അധികം മേടിക്കും കേട്ടോ. ഇപ്പൊ പിന്നെ അതിനോടുള്ള ഒരു ക്രേസ് ഒക്കെ പോയെന്ന് തോന്നുന്നു. നാട്ടിലാണെങ്കിൽ പിന്നെയും നമ്മൾ എല്ലാവരും കൂടി പൊട്ടിക്കുമ്പോൾ രസമായിരിക്കും. ഇവിടെ പിന്നെ നമുക്കതൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് തീരുമ്പോഴേക്കും നമ്മുടെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഇലയുടെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ വിഷു ദിവസം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. കുക്കിങ്ങും അതുപോലെ തന്നെ ഷൂട്ടിങ്ങും രണ്ടും കൂടി ഒരുമിച്ച് എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ അവിയൽ നമ്മൾ ഫ്രോസൺ വെജിറ്റബിൾസ് മേടിച്ചായിരുന്നു, അവിയൽ മിക്സ്. അതാവുമ്പോൾ കുറച്ച് എളുപ്പമാണ് നമുക്കത് വെച്ച് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കഴുകി ഇത്തിരി വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ആ നാളികേരക്കൂട്ട് ആഡ് ചെയ്താൽ മതിയല്ലോ. ഞാനാണെങ്കിൽ കുക്കിംഗ് ഭയങ്കര സ്ലോ ആണ്. എനിക്ക് ഒരുപാട് സമയം വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടും കൂടി എനിക്കിതൊക്കെ ചെയ്യാൻ കുറേ സമയം എടുത്തു. അപ്പം എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സദ്യ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ 11 മണിയാകുമ്പോഴേക്കും അവരുടെ ഒരുവിധം കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അവർ ഷടപടേന്ന് എല്ലാം ചെയ്യണം കാണാം. എങ്ങനെയാണാവോ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എപ്പോഴും ഒരുപാട് സമയമെടുക്കും. എലിശ്ശേരിക്കുള്ള മത്തങ്ങയും പയറും നമ്മൾ തലേന്നേ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണി കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ. പിന്നെ അതിലേക്ക് നാളികേരം അരച്ച് ചേർത്തു. പിന്നെ നാളികേരം വറുത്തിട്ട് അതും ആഡ് ചെയ്തു. പിന്നെ ഈ ഒരു പച്ചടി ഉണ്ടല്ലോ, ഇതെൻ്റെ അച്ഛൻ ഉണ്ടാക്കാറുള്ളതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. നമ്മുടെ വെള്ളരിക്ക അല്ലെങ്കിൽ കുക്കുംബർ വെച്ചിട്ടാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ ഇടുന്ന പോലെ നാളികേരവും കടുകും തൈരും പച്ചമുളകും കൂടി നല്ല മഷി പോലെ അരച്ചെടുക്കണം. പിന്നെ വെള്ളരിക്കാണെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്യണം. കുക്കുംബർ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് ഇടാം. പിന്നെ സവാളയും തക്കാളിയും ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ കോക്കനട്ടിൻ്റെ ആ ഒരു അരപ്പിടുക. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ കടുകും മുളകൊക്കെ ഒന്ന് വറുത്തിടുക. ഇത്രയുള്ള പരിപാടി. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് സൂപ്പറാണ്. പിന്നെ പായസം ഞാൻ മുൻപ് ഷോർട്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് പോട്ടിൽ എങ്ങനെയാണ് പാലട പായസം ഉണ്ടാക്കുന്നതെന്ന്. അത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അതാവുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണന് കൊടുക്കുകയാണ് ആദ്യം. അങ്ങനെ നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ റെഡിയായി. സാമ്പാർ, എലിശ്ശേരി, ഓലൻ, അവിയല്, ക്യാബേജ് തോരൻ, പരിപ്പ്, അച്ചാറ്, പുളിയിഞ്ചി, ഇഞ്ചിത്തൈര്, പച്ചടി, പിന്നെ പായസം, പപ്പടം. ഇതൊക്കെയായിരുന്നു ഐറ്റംസ്. അപ്പൊ ഇന്ന് എല്ലാവരും താഴെ ഇരുന്നിട്ടാണ് സദ്യ കഴിക്കുന്നത്. അപ്പൊ വാഴയിലയിൽ സദ്യ കഴിക്കുമ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അപ്പൊ ഞാൻ താഴെ ഇലയിട്ട് എല്ലാ ഐറ്റംസും ഇങ്ങനെ വിളമ്പാണ്. അതിനിടയിലായിട്ട് അവനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വാവയുടെ ആദ്യത്തെ വിഷുവായ കാരണം അവനും ഒരു ഇലയിട്ട് കുഞ്ഞൊരു സദ്യയൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. കഴിക്കോ ഇല്ലോ എന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ മൂത്ത ആളും അപ്പുറത്തിരിക്കുന്നുണ്ട്. അവനും ഈ സദ്യയോടൊന്നും വലിയ പ്രിയമില്ല. അപ്പോൾ സാമ്പാർ ഇഷ്ടമാണ്, പപ്പടം ഇഷ്ടമാണ്, അത് കൂട്ടിയേ കഴിക്കുക. ചോറ് കഴിച്ചാനോ? വാഴയില വെച്ച് ചോറ് കൂട്ടാന്, സൈഡില് കറികള്, പപ്പടം. അടുത്താരായിരിക്കുന്നത്? മൂപ്പർക്ക് എല്ലാം കണ്ടിട്ട് ഒരു അത്ഭുതമായിരുന്നു. അവനിങ്ങനെ ഓരോന്ന് എന്താ നോക്കുമായിരുന്നു. പാകത്തിന് ഇലയൊന്നും മറിച്ചിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു കഴിക്കുന്നത് കാണാനായിട്ട്. അവൻ പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. പിന്നെ അവനെ ഞങ്ങൾ അവിടെ സൈഡിൽ അവൻ്റെ ഒരു ചെയറിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു തുടങ്ങി. അവനങ്ങനെ വലിയ വാശിയൊന്നും എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചു തുടങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു വിഷു ആഘോഷം. ഇപ്പോൾ ഒരു പ്രവാസി വിഷു എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഏട്ടനന്ന് വർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ബന്ധുക്കളുടെ വീട്ടിൽ പോവുക, പടക്കം പൊട്ടിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫാമിലിക്ക് പുതിയ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കാണണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.